കർണാടക ഷിരൂരിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം. കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ചില ഭാഗങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാണ് ചിലർ അധിക്ഷേപം നടത്തുന്നത്. വ്യാജ പ്രചാരണത്തിനെതിരെ കുടുംബവും ഡിവൈഎഫ്ഐയും പരാതി നൽകി. സൈന്യം രക്ഷാപ്രവർത്തനം ആരംഭിച്ച ദിവസം കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വ്യാപകമായ സൈബർ ആക്രമണം. അർജുന്റെ അമ്മയുടെ സഹോദരിയുടെ ശബ്ദം എഡിറ്റ് ചെയ്തു മാറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. അമ്മ വൈകാരികമായി നടത്തിയ പരാമർശങ്ങൾക്കെതിരെയും ദുഷ്പ്രചാരണങ്ങളുണ്ടായി. ഇതോടെയാണ് കുടുംബം സൈബർ സെല്ലിൽ പരാതി നൽകിയത്. വ്യാജ വീഡിയോകൾ വന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 കോഴിക്കോട്. ആ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണം ഗൗരവമുള്ളതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അർജുനെ കണ്ടെത്തും വരെ തെരച്ചിൽ നടത്താൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് മന്ത്രി അറിയിച്ചത്. ഈ സൈബർ ആക്രമണത്തിനെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അല്പസമയം മുമ്പാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആ കുടുംബത്തെ സന്ദർശിച്ചത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടു. ആ പ്രതികരണത്തിലേക്ക്. വളരെ ഗൗരവമാണ്. കുടുംബത്തിനെതിരെ ഇപ്പോൾ കുടുംബമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ആ പ്രയാസം പറഞ്ഞു. ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. ഇങ്ങനെ മനുഷ്യന്മാരുണ്ടല്ലോ എന്നുള്ളതാണ്. ഇങ്ങനെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ആ കുടുംബത്തിന് നേരെ ഈ നിലയിലേക്ക് ഉള്ള ഒരു ചെയ്തിക്ക് തയ്യാറാകുന്നവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അത് ആ നിലയിൽ തന്നെ വളരെ ഗൗരവത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്യും.